ഹായ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? നമ്മളിന്ന് കാറ്ററിങ്ങിന് പോവുകയാണ്. ഇന്ന് കാറ്ററിംഗ് ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞു നമ്മുടെ കമ്പനിക്കാരൻ. കാറ്ററിങ്ങിന് പോവുകയാണ്. കട്ടച്ചിറ റോയൽ പ്രിൻസിൽ പോകുന്ന വഴിയാണ് കാണുന്നത്. ഇന്ന് കിട്ടിയ വർക്ക് നൈറ്റ് വർക്കാണ്. നൈറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കത് പിന്നെ വൈകുന്നേരം പോയാൽ പോരാ. നൈറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ 11 മണിയാകുമ്പോഴേ നമുക്കവിടെ ഗോഡൗണിൽ എത്തണം. എല്ലാ സാധനവും ലോഡ് ചെയ്ത് കയറ്റി വിടേണ്ടതാണ്. നേരത്തെ എല്ലാ പിള്ളേരും 11 മണിയാകുമ്പോഴേ എത്തും. അത് പിന്നെ എപ്പോഴാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പോകുന്ന വഴിക്ക് പതിയെ വണ്ടി മിസ്സിങ് അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അടുത്ത പമ്പിൽ തന്നെ പെട്രോൾ അടിക്കാൻ കയറി പോവാണ് നമ്മളിപ്പോൾ. നമ്മൾ ചെന്നപ്പോഴേ തിരക്ക് കുറഞ്ഞ് അങ്ങോട്ടേക്കും വണ്ടി കയറ്റി. ഇന്നത്തേക്കും ചേട്ടൻ വന്നു. പെട്രോൾ ഒട്ടും കുറച്ചില്ല. 1 ലിറ്റർ അങ്ങ് അടിച്ചു. 110 രൂപയ്ക്ക് അങ്ങ് അടിച്ചു. നമ്മളങ്ങനെ പതിയെ ഗോഡൗണിലെത്തി. റോയൽ പ്രിൻസിൻ്റെ ഈ കാണുന്നതാണ് റോയൽ പ്രിൻസിൻ്റെ ഗോഡൗണ്. ഈ ഗോഡൗണിൽ നിന്നാണ് നമ്മൾ ഫുഡും അതിന് പറ്റിയ സാധനങ്ങളും പാത്രങ്ങളും എല്ലാം ലോഡ് കയറ്റുന്നത്. ഈ കാണുന്ന ലോറിയിലോട്ടൊക്കെയാണ് നമ്മൾ ലോഡെല്ലാം കയറ്റുന്നത്. ചെന്നപ്പോഴേ പിള്ളേരെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ ഈ സമയത്ത് 2-3 പേരൊക്കെ കാണേണ്ടത്, പക്ഷേ ഇന്ന് കുറേ പേരുണ്ടായിരുന്നു. സാധാരണ ആരും പറഞ്ഞ സമയത്ത് വരാത്തതാണ്, പക്ഷേ ഇന്ന് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പതിയെ ലോഡെല്ലാം എടുത്ത് വെക്കാൻ തുടങ്ങാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ യൂണിഫോം. ഈ യൂണിഫോം ഇട്ടാണ് നമ്മളെല്ലാ പണിയും ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ലോഡെല്ലാം കയറ്റി സൈറ്റിലോട്ട് പോവുകയാണ്. ഇന്നത്തെ സൈറ്റ് എന്ന് പറയുന്നത് പാലാ രാമപുരത്തോടാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് രാമപുരത്തൊരു വീട്ടിലാണ്. അവിടെ ഒരു മധുരം വെപ്പ് പരിപാടിയാണ്, 250 പേരുടെ. ആ പരിപാടിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി തറയൊന്ന് കാല് കുത്തിയപ്പോഴേ അടുത്ത് ലോഡ് വന്നു, എടുത്ത് വെക്കാനുള്ളതൊക്കെ. ലോഡെല്ലാം എടുത്ത് മാറ്റി വെച്ചപ്പോഴേ അടുത്ത ആദ്യത്തെ പണി എന്ന് പറയുന്നത് പ്ലേറ്റ് തൂക്കുക എന്നുള്ളതാണ്. പണിയെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേ നമുക്ക് അടുത്ത് യൂണിഫോം തന്നു. അങ്ങനെ പതിയെ പരിപാടിയൊക്കെ തുടങ്ങി. ഇത് ചെറുക്കൻ വീട്ടുകാരുടെ പരിപാടിയാണ്. അങ്ങനെ ഡാൻസും ഇതൊക്കെ പരിപാടിയെല്ലാം ഉണ്ട്. നമ്മളിതിൻ്റെ ഇടയ്ക്ക് സെർവൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ഇതിപ്പുറമാണ് നമ്മുടെ കൗണ്ടറൊക്കെ. നമ്മൾ ജ്യൂസും സൂപ്പെല്ലാം ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഡാൻസൊക്കെ ഉണ്ട്. പതിയെ എല്ലാവർക്കും സെർവൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിനി നമ്മുടെ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാ സാധനം എല്ലാം തിരിച്ച് കയറ്റി വിടുവാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗോഡൗണിൽ പോവുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ 12 മണിയായി. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് എൻ്റെ കാശും കിട്ടി കേട്ടോ. ഓക്കെ.